കഴിഞ്ഞ ദിവസം കാസർഗോഡ് കർണാടകത്തിലായിരുന്നു. തിരിച്ചു വന്നൊഴിക്ക് നമ്മുടെ മുസ്തഫാജി പറഞ്ഞ് ഇവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ട്, സെവൻസിൻ്റെ കളി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കളി കാണാനായിട്ട് വന്നു. നമ്മുടെ മലപ്പുറത്ത് നമ്മുടെ എന്താ പറയുക വേങ്ങര അബ്ബാസ് ഖാന്റെ സ്റ്റേഡിയത്തിലാണ്, സബാ സ്ക്വയർ. സൂപ്പർ അടിപൊളി. കാരണം ഞാൻ സമയം കിട്ടാത്ത സാധനം കളി കാണാനല്ല, വല്ലപ്പോഴൊക്കെ യാത്ര ചെയ്യുന്നതിനിടയിൽ എന്താ പറയുക യൂട്യൂബിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ ക്ലിപ്പിങ്സിൽ മാത്രമേ കാണുള്ളൂ. പക്ഷേ കുറേ കാലങ്ങൾക്ക് എനിക്ക് ഞാൻ ഹൈസ്കൂൾ ടീമിൽ ഉണ്ടായിരുന്നതാണ്, മെഡിക്കൽ ഹൈസ്കൂളിൽ. അതിനുശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഒരു കളി കാണാനായിട്ടിരിക്കുന്നത്, 1 മണിക്കൂർ സമയം കളയുന്നത്. അല്ല ഞാൻ ഒരു സമയം കളയാറില്ല. പക്ഷേ എന്തായാലും സൂപ്പർ. ഇനി ഒരു 10 ദിവസം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് 27-ാം തീയതി വരെ ആണ് കളികൾ. 26-ാം തീയതി കളി, 27-ാം തീയതി ഫൈനലാണ്. ഫൈനലിൽ പറ്റുമെങ്കിൽ ഞാൻ എത്താൻ നമുക്ക് മുസ്തഫാജിയോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. സൂപ്പർ. നല്ല സജ്ജീകരണങ്ങൾ, നല്ല ഓഡിയൻസ്. നമ്മുടെ നാട്ടിലേക്ക് നടക്കുന്ന കളികളിലൊക്കെ ആണെങ്കിൽ സാറിന് 4-3-7 അവിടെ ഒരു സ്റ്റേഡിയത്തിൻ്റെ അങ്ങ് മൂലയിലൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇത് ഫുള്ള് ഇന്നലെ നല്ല തിരക്കായിരുന്നു. ഇന്ന് എന്തായാലും സാമാന്യം തിരക്കി കൂടുതലുണ്ടായിരുന്നു. അടിപൊളി, സൂപ്പർ. എന്തായാലും നന്നായിരിക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, ചാനലിന് ഭാവങ്ങളും നേരുന്നു. അതോടൊപ്പം നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ സബാ സ്ക്വയറിൻ്റെ കളിക്കുന്ന എല്ലാ ടീം അംഗങ്ങൾക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എന്തായാലും 100 ടീം കളിച്ചാൽ ഒരു ടീമേ ജയിക്കുകയുള്ളൂ. ആ ടീം ജയിക്കാനിരിക്കുന്ന ടീമിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി. സബാ സ്ക്വയറിലെ എല്ലാ സഭാക്കും യഥാർത്ഥത്തിൽ ഇതെല്ലാം നിയന്ത്രിക്കുന്ന നമ്മുടെ ചെയർമാൻ സബാസ്കയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും 1000 ആരോഗ്യമൊക്കെ സൗകര്യം നേരുന്നു. കാരണം പുള്ളിയെക്കുറിച്ച് ഞാൻ കുറച്ച് സമയമേ ആയിട്ടുള്ള ഇവിടെ വന്നിട്ട് ഒത്തിരി പേര് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും വളരെ സന്തോഷം. ഈ വൈകിയ വേളയിൽ ഏകദേശം 11 മണിയാവുന്നു. ഈ പരിപാടി തീരുന്നവരെ പങ്കെടുത്ത എല്ലാവർക്കും, അതിൽ കൊച്ചുകുട്ടി, എനിക്ക് തോന്നുന്നു നല്ല കാര്യം തോന്നുന്നു, കൊച്ചുകുട്ടികൾ പൊരിയും വെള്ളമൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നു. സന്തോഷം. അതിലുപരി ബക്കറ്റിൽ കൊച്ചുകുട്ടികൾ കളക്ഷൻ എടുത്ത് ആ കളക്ഷൻ്റെ ഫണ്ട് എത്ര ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ മൈക്ക് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെട്ടിപ്പോകുന്നില്ല. കാരണം ഇതിൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന സ്ഥലത്ത് എല്ലാം പിരിച്ച് 4 വഴിക്ക് പോകാൻ ചെന്നത്. ഇത് സൂപ്പറായിട്ട് എൻ്റെ കണക്കെല്ലാം വ്യക്തമായിട്ട് അവതരിപ്പിച്ച് എല്ലാം എന്തായാലും സംഘാടകർക്ക് പ്രത്യേകിച്ച് നന്ദി. അതിലുപരി എല്ലാവർക്കും നല്ലവരായ നാട്ടുകാർക്ക്, നമ്മുടെ വേങ്ങരയിലെ മുഴുവൻ അതുപോലെ വേങ്ങരയിലെ മുഴുവൻ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്ക്, ഇവിടെ കളിക്കുന്ന എല്ലാ ടീം അംഗങ്ങൾക്കും നന്മ ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലുപരി നല്ല ലക്ഷ്യത്തോടു കൂടി ആണ് ഇങ്ങനൊരു സംരംഭം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് 4 കിഡ്നി പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംരംഭം ഇവിടെ നടത്തുന്നത്. എന്തായാലും ഈ ഒരു മഹാസംരംഭത്തിന് ഒരുപാട് നല്ല എന്താ പറയുക നന്മകൾ നാട്ടുകാർക്ക് ചെയ്യാൻ കഴിയട്ടെ. അതിലുപരി നല്ല ഫണ്ട് ഇവർക്ക് 4 പേഷ്യന്റിനുള്ള 40,000 പേഷ്യന്റിന് കൊടുക്കാനുള്ള ഫണ്ട് ഇവിടെ നിന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളിൽ നിന്ന് നന്ദി. നമസ്തേ.